ഇവിടെ കെട്ടുത്തുങ്ങ ജിമ്മിച്ചിപ്പേല് കാലം ഉള്ളൂല്ലോ, അല്ലെങ്കിൽ ഇവിടെ കെട്ടുത്തുങ്ങ. ഇത് ഹൈറ്റ് കൂടുതലാ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? മനസ്സിന് ഒരുപാട് വിഷമമുണ്ട്, ഒരുപാട് വിഷമം. ആ വിഷമം പേറിയിട്ടാ ഇന്ന് ഞാനിവിടെ വന്നേക്കണേ. ഇത് കണ്ടോ, ഒരു പെങ്കൊച്ചിനെ ഒന്നേ ഉള്ളൂ, ഒന്നുള്ളതിനെ ഒലക്കടിക്കണമെന്ന് പറഞ്ഞേ. ഒലക്കടിക്കാതെ കൈയാണോ വളരണേ കാലാണോ വളരണേ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വലുതാക്കി. എൻ്റെ വിഷമം പറഞ്ഞാൽ നിങ്ങൾക്ക് ജാഫ്രിക്കക്ക് എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവും. ഇക്ക മറ്റേ സിനിമയിൽ അഭിനയിച്ചില്ലായിരുന്നോ, മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയില്? ഇതേ സിറ്റുവേഷൻ മഹേഷിന്റെ പ്രതികാരത്തിൽ ഇക്ക അനുഭവിച്ചു. അതുകൊണ്ട് ഇക്കക്ക് സിനിമയിലാണെങ്കിലും വെച്ചെങ്കിലും അനുഭവിക്കാൻ പറ്റും. ഇതൊക്കെ ഒരു കാര്യം അറിയാമോ? എന്റെ മോളെ ഞാൻ പഠിപ്പിച്ച് വലുതാക്കി ഒരു ഡോക്ടറെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ട്, ഗൾഫുകാരനായ ഡോക്ടർ, അവളെ കൊണ്ട് ഞാൻ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞെല്ലാം റെഡിയായി. ഇപ്പം അവൻ ഇവിടെ ഉള്ള ഏതോ ഒരു ഊളനെ അവക്ക് അവനെ അല്ലാതെ വേണ്ടാന്ന് പറയേക്ക. ഞാൻ എന്താ ചെയ്യണേ? നിങ്ങളെല്ലാം ഒരു കാര്യം ചെയ്യുക. ഇക്കയുടെ അനുഭവത്തിലൂടെ ഇക്ക പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ മഹേഷിന്റെ പ്രതികാരത്തില്, അതുപോലത്തെ ഒരു ഡയലോഗ് അങ്ങ് കീച്ചിട്ട് എങ്ങനെയെങ്കിലും എന്റെ മോളെ അങ്ങ് തിരിച്ചു തരാൻ പറ്റുമോ? മോളെ എവിടെയാണ്? മോളിപ്പോ വരൂ. ആകെ ടെൻഷനില്ല. നിങ്ങളെങ്കിലും പറഞ്ഞ് പകർച്ചേട്ടാ. അല്ല, എന്തായാലും സമാനം ഉണ്ടാക്കാം. മോള് വരട്ടെ. ചുമ്മാ കെട്ടിത്തൂങ്ങിട്ടുണ്ട്. എന്തിനാ വിളിച്ചത്? അതെ മോളെ, ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടുള്ളൂ. അതൊക്കെ ശരിയാണ്, പക്ഷെ അച്ഛൻ പറഞ്ഞ ഞാൻ കേൾക്കത്തില്ല അച്ഛാ. അങ്ങനെ പറഞ്ഞു? വേണ്ട, അച്ഛൻ ഒന്നും പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട. എനിക്ക് എന്റെ ബീച്ചേട്ടൻ മതി. ഇവിടെ പറഞ്ഞ കേട്ടോ വെക്കാം, ബീച്ചേട്ടൻ മതി. മനസ്സ് ഞാൻ കൊടുത്തുപോയി ബീച്ചേട്ടൻ, അതുകൊണ്ടാണ്. സത്യമായിട്ട് എനിക്ക് ഞാൻ അച്ഛൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഞാൻ കേട്ടില്ലേ. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ നല്ല രീതിക്ക് വളർന്ന് നല്ല രീതിക്ക് പഠിച്ച് ഇനി എനിക്ക് പറ്റില്ല. ഈ ഒരു ആഗ്രഹം എന്റെ അച്ഛൻ നടത്തി തരണം. എനിക്ക് എന്റെ ബീച്ചേട്ടൻ മതി. ഈ ഒരു കാര്യം ചെയ്തേ, നിന്റെ ആ ബീച്ചേട്ടനെ ഒന്ന് വിളിച്ചോണ്ട് വരാൻ ഞാൻ. ഇക്ക എന്നെ പണിയെ കാണിച്ചേ. അതല്ല നോക്കണ്ടേ നമ്മളെ? ഇക്ക ഞാനാ പറയുമ്പോഴത്തേക്ക് മറ്റേ ഡയലോഗ് പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇക്ക ആ ഡയലോഗ് മനസ്സിലായില്ലേ? എനിക്കത് ഇക്ക അത് കേട്ടു നോക്കി. ഇക്ക അങ്ങനെ അങ്ങ് മറന്നുപോയാൽ അങ്ങനെ ശരിയാവണേ. അതൊന്ന് കേൾപ്പിച്ചേ. മോളെ, നമ്മുടെ കുരിയച്ച മോക്കൊരു കല്യാണാലോചന പറഞ്ഞായിരുന്നേ. കണ്ടോ, അവര് തൊടുപുഴക്കാരാന്നാ പറഞ്ഞത്. കാനഡയിൽ നേഴ്സാണ്. നല്ല കുടുംബമാണെന്നാ പറഞ്ഞത്. നിന്നെ കാണാനൊന്ന് വന്നോട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോളോടൊന്ന് ചോദിക്കട്ടെ എന്നേച്ചും പറയാമെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഇതൊരു നല്ല കേസാണ്. ചാച്ചനെക്കാളും ലോകപരിചയവും വിദ്യാഭ്യാസമൊക്കെ നോക്കാം. മോള് ശരിക്കൊന്ന് ആലോചിക്കും. ഇതിനെ കുമ്പളപ്പൊന്നും നടന്നാൽ മതിയോ, അതോ ലോകമൊക്കെ ഇറങ്ങി സുഖമായിട്ട് ജീവിക്കണമെന്ന്? ഈ സാധനം അവള് വരുമ്പോ പറയാല്ല ഞാൻ ഇക്കോട് പറഞ്ഞേ. എന്നിട്ട് ഇക്ക എന്ത് പറയാതെ? അല്ല, എന്നാലും പറ്റേ പെണ്ണു ഒന്നുകൂടെ പറ്റേ. അവരിപ്പോ വരുമ്പോ അതെങ്കിലും പറഞ്ഞു. ചേട്ടാ നമസ്തേ. നമസ്കാരം. ചെറുക്കനെ വിളിച്ചോണ്ട് ചെറുക്കന്റെ അച്ഛനെ വിളിച്ചോണ്ടേക്കണോ? ഇതാണ് ബീച്ചേട്ടൻ. ഇതാണോ ബീച്ച? അമ്മാവാ, എടാ ഇതെന്റെ ചേട്ടനേക്കാളും പ്രായമുണ്ട്. ഇവനാണോ നീ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത്? അതെ, ഇതാണ് എന്റെ ബീച്ചേട്ടൻ. എനിക്ക് ബീച്ചേട്ടനെ മാത്രം മതി. എടി നിനക്ക് എവിടെ നിന്ന് കിട്ടിയടി ഇവനെ? ഇൻസ്റ്റന്ന്. മാസാടവാണോ ആഴ്ച അടവാണോ? എന്ത് ഇൻസ്റ്റാൾമെന്റ്? അല്ല, അത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് കിട്ടിയത്. ഞങ്ങൾ കൂടുതലായിട്ട് അടുത്തത്. ഞാൻ കോളേജിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ബീച്ചേട്ടൻ ആ ഹോസ്പിറ്റലിന്റെ വാതിക്കെ നിൽക്കും. അപ്പൊ അങ്ങനെ ഞങ്ങൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ കണ്ട് മനസ്സ് കൈമാറി ഞങ്ങൾ ഇഷ്ടമായി. അച്ഛാ, നീ എന്തിനാ ഹോസ്പിറ്റലിൽ പോയേ? പറ. എനിക്ക് മൂത്രത്തിൽ കല്ലിന്റെ അസുഖമുണ്ട്. അവന്റെ സന്തോഷം കേട്ട ഉള്ളി കിടക്കണ വജ്രക്കല്ലാന്ന് അവന്റെ പറച്ചില്. നീ അമ്മാവ അനുഗ്രഹിക്കണം. അമ്മാവനോ? എടാ നീ എന്ത് തോന്നണം എന്നെ? ഞാൻ പൊന്നുപോലെ വളർത്തിയ എന്റെ മോളടാ. അവളിപ്പോ എന്നോട് എതിർത്ത് സംസാരിക്കുക. അതിനെ വേണമെന്ന് പറഞ്ഞു. അമ്മാവ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ധിക്കരിക്കേണ്ടി വന്നാലും ഇവിടെ ഞാൻ കെട്ടും. അവളെ കെട്ടണേലും നീ എന്തിനാ എന്റെ നിക്കറിക്കണേ? ഞങ്ങളെ പിരിക്കരുത്. നിന്നെ പിരിക്കാൻ ഞാൻ അടി കമ്മിറ്റി സീരിയസ് കുട്ടിയായിട്ട് നടക്കണോ? നീ എന്റെ പഴയ കോമഡി ആണെങ്കിലും ഞാൻ ഇപ്പൊ അടിച്ച് ഞാൻ കേട്ടുട്ടോ. ഞാൻ അച്ഛൻ, എനിക്ക് സത്യമായിട്ട് എനിക്ക് ബീച്ചേട്ടനെ പിരിയാൻ പറ്റത്തില്ല അച്ഛാ. അച്ഛൻ, ഞങ്ങളുടെ ബന്ധം എന്ന് പറഞ്ഞാൽ പവിത്രമായിട്ടുള്ള ബന്ധം അച്ഛാ. എന്ത് പവിത്ര ബന്ധം? അച്ഛൻ ഗൾഫിൽ നിന്നൊക്കെ എനിക്കൊരു ആലോചന കൊണ്ടുവന്നില്ലേ? എനിക്ക് അതൊന്നും വേണ്ട അച്ഛാ. ഗൾഫിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ആലോചന 10-ൽ 10 പൊരുത്തമാണ്. 10-ൽ 10 പൊരുത്തം. ഇവനും ആ ഗൾഫുകാരൻ പയ്യനുമായിട്ട് 10-ൽ 10 പൊരുത്തം. അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ടാണ് അമ്മാവ, എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മൂലത്തിൽ അത്തം പറ്റുമോ? മൂലത്തിൽ അത്തം ഇട്ട് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടന്ന പൂവൊക്കെ താഴെ പോകും. അതുകൊണ്ട് പറ്റില്ല. അതല്ല, ആ നക്ഷത്രങ്ങൾ തമ്മിൽ ചേരുവോ? നക്ഷത്രങ്ങൾ തമ്മിൽ ഒരു കാരണവശാലും ചേരില്ല. ആ ഗൾഫുകാരനെ പിന്നെ ഇതും കൂടെ എങ്ങനെ ചേർന്നു? അവന്റെ അത്തമല്ലേ? അതാണ് അച്ഛാ. അത് മാത്രല്ല അച്ഛാ, അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തു പോയി. അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാനാ നോക്കേണ്ടത്. അമ്മേനെ വിഷമിപ്പിക്കാൻ പറ്റൂല അച്ഛാ. അമ്മയുടെ കാര്യം ഇടവേളവാവ് നോക്കിയോളൂ. നിങ്ങൾ നോക്കി വിഷമിക്കണ്ട. ഏതമ്മ? അമ്മ
സംഘടനയല്ലേ? അയ്യോ അതല്ല ബീച്ചേട്ടന്റെ അമ്മ ബീച്ചേട്ടന്റെ നീ അമ്മ തുടരുത്, അവന്റെ മുമ്പിൽ വെച്ച് തന്നെ തുടരുത്. അച്ഛനെ തൊടുന്ന പോലെ എനിക്ക് തോന്നി. അവന്റെ മുമ്പിൽ അച്ഛൻ എന്തായാലും ഞങ്ങളുടെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കണം അച്ഛാ. ഇല്ല ഞാൻ അനുഗ്രഹിക്കില്ല. ആ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് അവനെ നീ മരിച്ചാലും അവനെ പിരിയില്ല, ഉറപ്പാ? പിരിയാൻ പറ്റൂല അച്ഛാ. മാറിപ്പോയ അച്ഛാ. എടാ നീ മിണ്ടലടാ, നീ മിണ്ടലെ തുടരടാ, എന്റെ കൊച്ചിനെ നീ തുടരടാ. നീ ഒന്ന് മാറി നീ ഒന്ന് മാറി നിൽക്കുക. എന്റെ അവസാനമായിട്ട് എന്റെ മോളോട് ഒരു കാര്യം ചോദിച്ചോ. ചോദിച്ചോ. ബീച്ചേട്ടൻ അവിടെ നിന്നോ. അച്ഛന്റെ പഞ്ചാര വാക്കിലൊന്നും ഞാൻ വീഴൂല. എനിക്ക് എന്റെ ഭാവയെ അറിഞ്ഞൂടെ, ഞാൻ അപ്പുറത്ത് മാറിയിരിക്കാം. നിന്നവിടെ ഇപ്പൊ ഓടി വരാം. എന്താ അച്ഛാ അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് മാറൂല അച്ഛാ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ആരും മനസ്സിലാക്കണ്ട അച്ഛാ. അതെ ചാച്ചനെ കൊണ്ടുവന്ന അയോണ നല്ലതെന്നാ കേട്ടിട്ട് അറിഞ്ഞത്. ആ. അപ്പൊ ചെറുക്കൻ നേഴ്സാന്നാ പറഞ്ഞത്. ഗൾഫില് ഈ മൂത്രത്തിൽ കലുള്ളതിന്റെ കൂടെ ഇതിലൂടെ കുമ്പളപ്പൊന്നും നടന്നാൽ മതിയോ? അത് ഗൾഫിൽ പോയി അവന്റെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കലാണല്ലോ. ഇവിടെ ഒരു വീട്, അവിടെ ഒരു വീട്, ഇവിടെ ഒരു വീട്. അച്ഛാ സത്യം എനിക്ക് മനസ്സിലായില്ല അച്ഛാ എന്താ പറഞ്ഞെന്ന്. നോക്ക് മനസ്സിലായില്ലേ? ഇല്ല. മോളെ ഇതിലെ ഈ കുമ്പളപ്പൊന്നും നടന്നാൽ മതിയോ? പിന്നെ അതോ നിനക്ക് ഗൾഫിലെ ചെറുക്കനെ കല്യാണം കഴിച്ചിട്ട് അവിടെ ഒരു വീട്, ഇവിടെ ഒരു വീട്, അവിടെയും വീട്ടിലൂണ് നടത്താം, ഇവിടെയും വീട്ടിലൂണ് നടത്താം. കക്കറച്ച് ചെറിയ മൂട്ടന്റെ പ്ലേറ്റിലും കൊടുത്താണല്ലോ. അച്ഛാ ഇനി പറയണ്ട അച്ഛാ ഒന്നും. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായിച്ചാ. എനിക്ക് കുമ്പളപ്പം വേണ്ട. കുമ്പളപ്പം വേണ്ടേ? വേണ്ട. കുമ്പളപ്പം വേണ്ട. വേണ്ട എനിക്ക് ഗൾഫുകാരനെ മതി അച്ഛാ. അച്ഛാ എന്നോട് ക്ഷമിക്കണം അച്ഛാ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായിച്ചാ. ഐസ്ക്രീം കുടിച്ചാലോ ഭാവേ? ഐസ്ക്രീം കുടിക്കാം നമുക്ക്. ഐസ്ക്രീം ഇപ്പൊ വേണ്ട. അല്ല വാ ഐസ്ക്രീം കുടിക്കാം. ഇപ്പൊ വേണ്ട. അമ്മാവന് വരാം. ഒട്ടുപോറ തന്നെ ഇറങ്ങി പോടാ. നിന്റെ ഐസ്ക്രീം ഒന്നും എന്റെ കൊച്ചിന് വേണ്ട. അല്ല എന്റെ വാവ പറയില്ല അങ്ങനെ. ബീച്ചേട്ടാ എന്നോട് ക്ഷമിക്കണം, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഞാൻ അച്ഛൻ പറയുന്ന ആളെ കല്യാണം കഴിച്ചോളാം. അല്ല അച്ഛന്റെ മനസ്സ് വിഷമിക്കും. അല്ല നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലേ? ബീച്ചേട്ടൻ വേറൊരാളെ കല്യാണം കഴിച്ചിട്ട് നിന്റെ കല്യാണം അപസ്മാരം ആക്കാതെ നീ ഇറങ്ങി പോടാ. അങ്ങനെ പറഞ്ഞാൽ ബീച്ചേട്ടൻ വേറൊരാളെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കും. ചെല്ല് എന്നെ വിട്ടേക്ക്. ഇത് മോശമായി പോയി കേട്ടോ. ഇത് ശരി. എന്താ മോശം? എന്താ പക്ഷെ അമ്മാവ അച്ഛന്റെ പ്രായമുള്ളവൻ അമ്മാവന്റെ കർണം കുടിക്കണ്ട. ഇനി നമ്മൾ കാണൂല കേട്ടോ. ഇനി ബാബേ ഇനി നമ്മൾ കാണരുത്. നീ കാണരുത്. നീ നീതിദേവതയുടെ വിട്ട് കണ്ണും കെട്ടി കാണാ. ദേവി എനിക്കൊരു തെറ്റ് മനസ്സിലായിച്ചാ. എനിക്ക് എന്റെ അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കേണ്ടി വന്നില്ലല്ലോ. എനിക്കും എന്റെ മോളെ എന്റെ ജീവിതത്തിൽ ഇക്ക എനിക്ക് തന്നതുണ്ടല്ലോ. എന്റെ ജീവിതം എനിക്ക് സത്യം എന്റെ കണ്ണ് തുറപ്പിച്ചിക്ക. ഇവള് രണ്ടച്ഛന്റെ കൂടെ നടക്കേണ്ടി വന്നേനെ. പറഞ്ഞ് നാക്കെടുത്ത് വായിലേക്കിട്ടില്ല. നിന്റെ ചെറുക്കൻ ഗൾഫുകാരൻ. അച്ഛൻ സംസാരിച്ചിട്ട് എനിക്ക് വന്നാ മതി. മോനെ ആടാടാ. പിന്നെ പൊന്നുമോനെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാ. ഞാന് നമുക്കേ കല്യാണം അടിപൊളിയായിട്ട് നടത്തണം. ഒരു ഒട്ടകത്തിന് മേടിക്കണം. അതിന്റെ മുകളിലത്തെ മുഴ നമുക്ക് അത്താഴ സദ്യക്ക് എടുക്കാം. ബാക്കിയുള്ളത് മൊത്തം നമുക്ക് രാത്രി പകല് ഉള്ള സദ്യക്ക് എടുക്കാം. ഓക്കെ. പിന്നെ അതിന്റെ നാക്ക എനിക്ക് വേണം കേട്ടോ. എനിക്ക് ഒട്ടകത്തിന്റെ നാക്ക് വലിയ ഇഷ്ടം. ബബിൾക്കാൻ ചവക്കണ ചവച്ച് ഞാൻ ആ മൂലയിലെ കാര്യം എടുത്തോളാം. ഓക്കെ. ഓക്കെ. അയ്യോ നീ എന്നെ വർത്താനടാ പറഞ്ഞേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് കുടുംബത്തിൽ ചേർന്നവർക്ക് പണിയല്ല കേട്ടോ. ആനാ നീ അങ്ങനെ വർത്താൻ പറഞ്ഞ? നിന്നെ മണലിട്ട് വെട്ടി മണലിട്ട് എടാ ഞാൻ പറഞ്ഞൊന്ന് കേക്കുന്നേ. പറഞ്ഞ മനസ്സാ. എന്താ എന്താ പ്രശ്നം? എന്താ മോള് വിഷമിക്കണ്ട. അവനെ വേറൊരു പെണ്ണുമായിട്ട് ചെറിയ അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. വീട്ടുകാർ സമ്മതിക്കാത്തോണ്ടാ അവനെ നമ്മളോട് പറയാതിരുന്നേന്ന്. ഇപ്പൊ അവൻ അച്ഛനോട് പറഞ്ഞു, ഒന്ന് കണ്ണും കെട്ടി അവനോട് പറഞ്ഞു അവളെ തന്നെ വേണമെന്ന്. അപ്പൊ ഞാനോ? നമുക്ക് വേറെ ഒരു ഗൾഫുകാരനെ അച്ഛൻ തപ്പിത്തരും. അപ്പൊ ഈ ഗൾഫുകാരൻ പോയി. നിങ്ങളെ ഒറ്റ വാക്ക് കേട്ടിട്ടാണ് ഞാൻ എന്റെ ബീച്ചേട്ടനെ പിണക്കി വിട്ടത്. ഞാൻ നിന്റെ അച്ഛനാണ്. അച്ഛൻ കൊച്ചൻ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മര്യാദക്ക് എന്റെ ബീച്ചേട്ടനെ പിടിച്ചോണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ചാകും. കെട്ടിത്തുമ്പ് ചാവണം. അങ്ങനെ നീ കെട്ടിത്തുമ്പ് ചാവണം. നിങ്ങൾ ഒറ്റ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്? ഞാൻ ഒറ്റ കാരണമാണോ? പിന്നെ ആരാ? മനുഷ്യൻ കാരണല്ലേ ഇതൊക്കെ സംഭവിച്ചത്? ഞാൻ എന്നെ ചെയ്തേ? പുള്ളിയല്ലേ പറഞ്ഞ കുമ്പളപ്പം കയ്യാലെ കെട്ടി അതിനെ വെളി കെടുത്തിയാണെന്നൊക്കെ പുള്ളിയല്ലേ? മര്യാദക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നോ? തീരുമാനം ഉണ്ടാക്കി. എനിക്കൊന്നും പറയാനില്ല. ഇക്ക ഒറ്റ എടുത്തിനെ ഇതിന് കാരണക്കാരൻ. എനിക്ക് നല്ലൊരു ചെറുക്കനെ തപ്പി തന്നോണം. അത് ഗൾഫിൽ നിന്ന് തന്നെ മതി. ഒരു കുഴപ്പമില്ല മോളെ, സന്തോഷമുള്ളൂ. കൈകേ ഗൾഫിലല്ല പിടിയാ. അവിടെ നല്ല അടിപൊളി ചെറുക്കനെ തപ്പിത്തരും. തപ്പിത്തരാട്ടാ. ഓക്കെ അല്ലേ? കറക്റ്റാ. ഇതിനെങ്ങാനും മാറ്റം വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ വെച്ച് കറക്റ്റാന്ന് പറയരുത്. ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട്. ഇക്ക എന്റെ കൊച്ചിനൊരു ചെറുക്കനെ ഒപ്പിച്ച് തന്നിട്ടേ ഞാൻ ഈ ചെരുപ്പിടും. ഇത് മഹേഷിന്റെ പ്രതികാരമല്ല, സുരേഷിന്റെ പ്രതികാര. നീ വാടി.